എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്, എനിക്കും വേണ്ടത് സമാധാനമാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ തലച്ചോറ് ഇങ്ങനെ സമാധാന അന്തരീക്ഷത്തിൽ അത്ര വൃത്തിയായിട്ട് വർക്ക് ചെയ്യില്ല. എൻ്റെ തലച്ചോറ് കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ കലങ്ങിക്കിടക്കുന്ന കലുഷിതമായ അന്തരീക്ഷത്തിലാണ് കൂടുതൽ വർക്ക് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ടെറിബിൾ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ ADHD ഡയഗ്നോസിസ് സംഭവിച്ചത്, എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ചുറ്റുമുള്ള വിഷയങ്ങളിൽ പലതിലും ഇനി പറഞ്ഞ പോലെ ഭയങ്കര കയോട്ടിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ കൂടെ ഇങ്ങനെ ത്രൈവ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ചുറ്റും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനും നമ്മളിങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കാനും നമുക്കിങ്ങനെ ഡോപ്പമിൻ തന്നുകൊണ്ടിരിക്കാനും ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്ന് പോകുന്നൊരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ട് പോവുകയാണ്. ഒരുപക്ഷെ ഞാൻ അതിനെ പേഴ്സണലി ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, പക്ഷേ എൻ്റെ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫ്യൂവൽ ആ ഒരു കെയോട്ടിക് എൻവയോൺമെൻറ്റാണ്. നമ്മളിങ്ങനെ ഓരോ വിഷയത്തിനും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അതെടുത്ത് വന്നു, ഇത് ശരിയാക്കുന്നു, അവരുടെ ഉള്ളതിൻ്റെ പുറകെ പോകുന്നു, ഇതിൻ്റെ പുറകെ പോകുന്നു, അത് ചെയ്യാന്നു, ഇത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, ഒപ്പം ജോലിയും ചെയ്യുന്നു, ഫാമിലിയും ചെയ്യുന്നു. ബട്ട് ആം ഐ ഹാപ്പി? നോ, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ബ്രെയിനിന് വേണ്ടി ഡോപ്പമിൻ ഹിറ്റ് കൊടുക്കുന്നുണ്ട്, ചെയ്യാനുള്ള കാര്യങ്ങൾ, മോട്ടിവേഷൻ, ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ ഓൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഹാപ്പി ആണോ? അല്ല. കിട്ടുന്ന റിസൾട്ടുകളിൽ ഞാൻ ഹാപ്പി ആണോ? അല്ല. ഇതെല്ലാം മാനേജ് ചെയ്തിട്ട് ആ ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ള, എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള പീസ് കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ല. ഓരോ ദിവസവും നടന്നു പോകുന്നതിലും ഓരോ ദിവസവും നമ്മൾ സ്വയം എൻഗേജ് ചെയ്യുന്നതിലും സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ടെങ്കിലും ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ സക്സസ്ഫുള്ളായിട്ട് പോവാതിരിക്കുന്ന ഒരു സ്റ്റേജ് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഡെയിലി തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ഇതെല്ലാം കൂടെ സാധിച്ചെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചിരിച്ച് കളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ പോലും ആഫ്റ്റർ ഓൾ ഐ വാസ് സ്ട്രഗ്ലിങ് ടു മീറ്റ് തിങ്സ്. നമ്മൾ വേണ്ട ഡെയിലി ലൈഫിൽ മീറ്റ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മീറ്റ് ചെയ്യാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു ദിവസമല്ല, കുറച്ച് സമയത്തിൽ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് കിട്ടുകയാണ്. ആ തിരിച്ചറിവിൻ്റെ പുറത്താണ് എനിക്കൊരു ഹെൽപ്പ് വേണം. ഐ നീഡ് ഹെൽപ്പ്. എനിക്ക് ഈ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാനും എൻ്റെ ലൈഫ് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ എന്തൊക്കെയാണോ അച്ചീവ് ചെയ്യേണ്ടത്, ആ അച്ചീവ് ചെയ്യുന്നതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാനും എനിക്കൊരു ഹെൽപ്പ് വേണം തോന്നി. ആ ഹെൽപ്പാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു സൈക്കോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്തു ആൻഡ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഈ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഞാൻ സംസാരിച്ച് തുടങ്ങിയത് എൻ്റെ അപ്പോൾ കറൻ്റ്ലി ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, അതിൻ്റെ ഹിസ്റ്ററി, എവിടെ നിന്ന് തുടങ്ങി, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, എങ്ങനെയൊക്കെയാണുള്ളത്, ചുറ്റും എന്നെ ഫേസ് ചെയ്തിട്ടുള്ള ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുണ്ടായിരുന്ന ആളുകളുടെ റെസ്പോൺസസ് എങ്ങനെയാണ്, ബിഹേവിയേഴ്സ് എങ്ങനെയാണ് ഞാൻ എടുത്ത എഫേർട്ടുകളൊക്കെ വേസ്റ്റായി പോയത്, എങ്ങനെയാണ് എനിക്ക് റിസൾട്ട്സ് കിട്ടാതെ പോയത്. അപ്പോൾ ഇതിലെ കുറേ ചോദ്യങ്ങളിൽ ഞാൻ ചൈൽഡ്ഹുഡ് മെമ്മറീസിലെ കുറേ കാര്യങ്ങൾ പറയുന്നു, എൻ്റെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി. ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണ് പൊതുവേ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കുന്ന പോലെ ചോദിക്കുന്നതാണ്. ഞാൻ ചെറുപ്പത്തിലുള്ള എൻ്റെ സംഭവങ്ങൾ പറയുന്നു, എൻ്റെ ലൈഫിലെ കുട്ടികളെ മെമ്മറീസ്, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നു, കറൻ്റ്ലി ഞാൻ ഇപ്പോൾ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നു. ആൻഡ് ഫസ്റ്റ് സെഷൻ ജസ്റ്റ് എൻ്റെ ഒരു കഥ പറച്ചിൽ മാത്രമാണ്, 95% ഞാൻ മാത്രമാണ് സംസാരിച്ചത്. ആൻഡ് നമ്മൾ അന്നത്തെ ഒരു സെഷൻ്റെ ടൈം ഏകദേശം തീർന്നു. പിന്നെയും കണ്ടിന്യൂസ്ലി ഓരോ ദിവസം കൂടുമ്പോൾ ആ ഒരു തെറാപ്പി സെഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു, കൂടുതൽ സംസാരിച്ചു. എൻ്റെ സൈക്കോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ചിലപ്പോൾ ഒരു അഡൽട്ട് ADHDയുടെ ഒരു കാര്യമായിരിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വാട്ട്? ഞാൻ ചോദിച്ചത് എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്കെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്നല്ല. എൻ്റെ ചുറ്റും നിൽക്കുന്ന സറൗണ്ടിങ്സിനെ എനിക്കെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എനിക്കെങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും, അതിൽ എൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ ഒക്കെ എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റും, എൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയല്ല. ബട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട്, ദ മേജർ പ്രോബ്ലം ഈസ്, അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നിങ്ങൾ ആരാണ്, നിങ്ങളെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് എന്നറിയണം. അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെ അറിഞ്ഞ ഒരു കാര്യമാണ്, യു മേ ബി എ പേഴ്സൺ വിത്ത് അഡൽട്ട് ADHD. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ട്. ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിനല്ലാതെ മറ്റൊരു ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം കിട്ടിയത്.
അടുത്ത സെഷനുകളിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനിടയ്ക്ക് എനിക്കൊരു ഡയഗ്നോസിസ് ഇൻ്റർവ്യൂ എനിക്ക് ഷെയർ ചെയ്യുന്നു. ഞാൻ അതിലെ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനറ്റൻറ്റീവ് ADHDയുടെ സിംറ്റംസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ് സിംറ്റംസിനെയൊക്കെ മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ചൈൽഡ്ഹുഡിലും അഡൾട്ട്ഹുഡിലും എങ്ങനെയാണ് എന്നുള്ള സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പ്ലസ് ഈ സിംറ്റംസൊക്കെ കാരണം ഉണ്ടായിട്ടുള്ള നമുക്ക് സംഭവിച്ചിട്ടുള്ള ഇമ്പയർമെൻറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനെയറാണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഞാനത് സമയമെടുത്തിരുന്ന് ഫില്ല് ചെയ്ത് ഓരോന്നിനും ആൻസർ ചെയ്ത് എൻ്റെ സൈക്കോളജിസ്റ്റിന് തിരിച്ചയച്ചു കൊടുത്തു. ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ല, എത്ര മാർക്കുണ്ട്, എത്ര എണ്ണത്തിൽ ആൻസർ ചെയ്തു എന്നുള്ളതല്ല. ഈ ആൻസറിങ് പാറ്റേൺ എല്ലാം വെച്ചുകൊണ്ട് അതിനൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ടാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് അനാലിസിസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ സെഷൻസ് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, യു ആർ ഡയഗ്നോസ്ഡ് വിത്ത് അഡൽട്ട് ADHD. അഡൽട്ട് ADHD ഉണ്ടാവാം എന്ന് പറഞ്ഞ സമയത്തിൽ നിന്നും എൻ്റെ ഡയഗ്നോസിസ് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് അനാലിസിസിലൂടെ അഡൽട്ട് ADHD ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്തത് കൺഫേം ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ADHD ഉണ്ടാവരുതേ എന്നല്ല, എനിക്ക് ADHD ഉണ്ടാവണേ, ADHD തന്നെ ആയിരിക്കണേ എന്നാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ ഒരു സമയത്ത് ADHDയെ കുറിച്ചിട്ട് എൻ്റേതായിട്ടുള്ള തരത്തിലുള്ള ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരുപാട് സിംറ്റംസും കാര്യങ്ങളും ഒക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആൻഡ് അതുമാത്രമല്ല, എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലും ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരവും ADHD ആണ് എന്നുള്ളതും ഞാൻ കാണുന്നുണ്ട്. ഇനി ഡയഗ്നോസിസ് കഴിഞ്ഞിട്ട് ഇത് ADHD അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാനിരുന്ന് കൺഫ്യൂസ്ഡ് ആവും. പിന്നെ എന്താണ് എൻ്റെ പ്രശ്നം, ശരിക്കും ഞാൻ ആരേട്ടാ എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരും. അപ്പം ഞാനത് ADHD തന്നെ ആയിരിക്കണേ എന്നുള്ളത് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു ഡയഗ്നോസിസിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹി കൺഫേംഡ് യു ആർ ഡയഗ്നോസ്ഡ് വിത്ത് അഡൽട്ട് ADHD എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിൽ ADHD ഡയഗ്നോസ് ചെയ്ത പ്രോസസ്സ് ഇങ്ങനെയാണ്. ഈ ഡയഗ്നോസിസ് കഴിഞ്ഞപ്പം ഹൗ ഐ ഫെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് റിയലി ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷവാനായിരുന്നു. കാര്യം എൻ്റെ ലൈഫിൽ ഏകദേശം 30 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ നിരന്തരം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാതെ, എന്തിനെതിരെയാണ് ഞാൻ പോരാടുന്നതെന്ന് അറിയാതെ കഴിഞ്ഞ 30 വർഷത്തിലേറെയായിട്ട് ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ തന്നെ തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ചില്ലറയല്ല. കാര്യം ഇത്രയും കാലം നമ്മൾ ഫേസ് ചെയ്തപ്പോൾ സാധാരണ ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള ആളുകളെ പോലെ തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നം പലരും നിസ്സാരമായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഗിൽട്ടും അതുപോലെ നമ്മൾ പറയുന്ന കുറ്റബോധമൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുമ്പോഴും മുമ്പ് ഞാൻ പരാജയപ്പെട്ടിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും എന്നെ ഓരോ ദിവസവും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പുറത്ത് നിന്ന് കാണുന്ന ആളുകൾക്ക് ആ ഒരു സ്ട്രഗിൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ADHDer ആസ് ഐ നോ ഓരോ ദിവസവും ആ സ്ട്രഗിളിനെ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോറ്റുപോയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വിജയിക്കാതെ പോയ സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടും ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അന്നത്തെ പരാജയങ്ങൾ, ആ സമയങ്ങളിലുള്ള പരാജയങ്ങളെയൊക്കെ കുറ്റബോധം പേറിക്കൊണ്ട് ഓരോ ദിവസവും അതിനെതിരെ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ മുമ്പിലുള്ള എൻ്റെ ശത്രു എന്നെനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും എന്നെ പലപ്പോഴായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു ഡയഗ്നോസിസ് എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുമ്പം നമ്മൾ ഈ അഡോളസെൻസിലും അല്ലെങ്കിൽ ടീനേജിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഒരു ക്രഷൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രഷിൻ്റെ അടുത്ത് നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ട് അതൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന, വി ആർ ഓൾവേസ് മൈൻഡ്ഫുള്ളായിട്ട് നിൽക്കുന്ന, നമ്മളിൽ സ്വയം മറന്നു പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ കുറേ ദിവസം ഈ ആഫ്റ്റർ ഡയഗ്നോസിസ് കടന്നു പോയിട്ടുള്ളത്. ആൻഡ് ഈ ഡയഗ്നോസിസിന് ശേഷം വാട്ട് ചേഞ്ച്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പേരെടുത്തൊക്കെ സംസാരിച്ചു. എനിക്ക് എൻ്റെ ഡയഗ്നോസിസിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ പലപ്പോഴായിട്ട് തോറ്റു പോയിട്ടുള്ള ഇടങ്ങളിൽ ഞാനൊരു തോൽവിയാണോ, ഞാനൊരു പരാജയമാണോ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ ഒക്കെ ഞാൻ എൻ്റെ ഡയഗ്നോസിസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ADHD ഡയഗ്നോസ്ഡ് ആണ്. ഞാൻ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നപ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് മെമ്മറീസ് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ, ഈ ഗിൽട്ട് എപ്പോഴും നമ്മൾ ക്യാരി ചെയ്യുന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഫ് യു ഫെൽറ്റ് ബാഡ്
ഞാൻ ഇങ്ങനൊരു ഡയഗ്നോസിസ് എനിക്കുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പലയിടത്തായിട്ട് ഷെയർ ചെയ്യുന്നു. ആൻഡ് എൻ്റെ ചില കാര്യങ്ങളിലുള്ള അപ്രോച്ചസും ചേഞ്ച് ചെയ്യുന്നു. ഒരു 1-2 എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺസെൻട്രേറ്റ് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ ഗോയിങ് ഇൻ ഗുഡ് മൂഡ്, നല്ല മൂഡിൽ സംസാരിക്കുക, നല്ല രീതിയിൽ കുറേ ഡീറ്റെയിലായിട്ട് പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പം ആ കോൺവെർസേഷൻ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെക്കുറിച്ചിട്ടുള്ള ഒരു റിമാർക്ക് പറഞ്ഞു. ലൈക്ക് യു ആർ സോ പ്രഡിക്റ്റബിൾ എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. ആൻഡ് ഒരു പക്ഷേ അത് സത്യമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്തെടുത്ത കാര്യം സത്യമായിരിക്കാം. പക്ഷേ ഞാനതിന് മുമ്പായിരുന്നു ഇങ്ങനെയൊരു കമൻറ്റ് നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ പറയുന്നതെങ്കിൽ അതിന് ഞാൻ എടുക്കുന്ന രീതി എന്ന് പറയുന്നത്, ശരി, ഞാനങ്ങനെ പ്രഡിക്റ്റബിളാണ്, ഞാൻ പ്രഡിക്റ്റബിളായിട്ടുള്ള കമൻറ്റ് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. നമ്മൾ സംസാരിക്കൊണ്ടിരിക്കുന്നതിനൊരു എക്സൈറ്റിംഗ് ആക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു പ്രഡിക്റ്റബിളായിട്ടുള്ള കമൻറ്റ് മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് എന്നായിരിക്കും മുമ്പ് ഞാൻ എടുക്കുക. ഇപ്രാവശ്യം ഈ ഒരു ഡയഗ്നോസിസിന് ശേഷം ഇങ്ങനൊരു സംസാരത്തിനിടയ്ക്ക് ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഞാൻ എടുത്ത രീതി ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, ഞാൻ പ്രഡിക്റ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്പത്തെ ഒരു മൂഡിനെ ബാധിക്കുമോ എന്നറിയാതെ അങ്ങനത്തെ ഒരു കമൻറ്റ് പാസ് ചെയ്തത് ശരിയായില്ല. അങ്ങനെ കമൻറ്റ് പാസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് എൻ്റെ മിസ്റ്റേക്കല്ല, പറഞ്ഞ ആളുടെ മിസ്റ്റേക്കാണ്. പറഞ്ഞ ആൾ അതിൻ്റെ പേരിൽ നമ്മളെ എന്താ പറയുക, ചോദ്യം ചെയ്യാൻ അലമ്പുണ്ടാക്കാനോ പോകണം എന്നല്ല. പക്ഷേ ആ അപ്രോച്ച് എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ എന്നെയും എൻ്റെ ചുറ്റുമുള്ളവരെയും കാണേണ്ടത് എന്നുള്ള അപ്രോച്ചിൽ ചെറിയൊരു ഡിഫറൻസ് വന്നു. ആൻഡ് ദാറ്റ് ഹെൽപ്ഡ് മീ. അതേപോലെ തന്നെ ഞാൻ വേറെ സുഹൃത്തിൻ്റെ അടുത്തും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പാസിംഗ് കമൻറ്റ് എന്നെക്കുറിച്ച് പറഞ്ഞതിലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഐ ഫെൽറ്റ് ലൈക്ക് ആ പാസിംഗ് കമൻറ്റ് അയാൾ അവിടെ പറയേണ്ടതല്ല, അത് അയാളുടെ ഒരു മിസ്റ്റേക്കാണ്, ഞാൻ അലമ്പുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ ദാറ്റ് വാസ് എ ബാഡ് കമൻറ്റ് എന്ന രീതിയിൽ പണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കുക, ആ കമൻറ്റ് എന്നെക്കുറിച്ചാണ് പറഞ്ഞത്, ഞാൻ ശരിക്കും ഞാൻ അങ്ങനെ ഒരു ബാഡ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശക്കാരനാണോ എന്നുള്ള എന്നെക്കുറിച്ചിട്ടുള്ള സെൽഫ് ഡൗട്ടാണ് കൂടുതലും എന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ആഫ്റ്റർ ഡയഗ്നോസിസ് ചില അപ്രോച്ചുകൾ മാറിയപ്പോൾ നമ്മളെല്ലാം കൂടെ ഇൻറ്റേർണലൈസ് ചെയ്ത് നമ്മൾ അതിനെ ഇങ്ങനെ നമ്മുടെ തലക്കകത്തിട്ട് ഇങ്ങനെ പുകയ്ക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് എ ഡിഫറെൻറ്റ് അപ്രോച്ച് എന്നുള്ളൊരു തിരിച്ചറിവ് ആഫ്റ്റർ ഡയഗ്നോസിസ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ പിന്നീടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഐ ഹാവ് റിയലി ചേഞ്ച്ഡ്. ഇനി വാട്ട് ഈസ് ടു ബി ചേഞ്ച്ഡ്, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ ചേഞ്ച് ചെയ്യാനുള്ളത്? ആ ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അത് നമുക്ക് വരും വീഡിയോയിൽ സംസാരിക്കാം. ADHD ഉള്ള ഒരു ലൈഫിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫോളോ മീ.